അവിടെ ലീഗ് പറഞ്ഞത് 10 വർഷം അധികാരത്തിന് പുറത്തിരുന്നെങ്കിൽ 10 വർഷം അധികാരത്തിന് പുറത്തിരുന്നെങ്കിൽ 10 വർഷം അധികാര തുടർച്ച എന്നുള്ളതാണ് രാഷ്ട്രീയ നീതി. 10 വർഷത്തെ അധികാര തുടർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ അതിൽ ഈ പറയുന്ന പബ്ലിക് മുഖവരിക്കെടുത്ത് വീഡിയാക്കൽ നന്നായിരിക്കും. മാത്രമല്ല 2 ബൈലക്ഷൻ ചൂണ്ടിക്കാട്ടി. എസ് ഇന്ന് രാവിലെയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നലത്തെ 4 മണിക്കൂർ ചർച്ച പൂർത്തിയാക്കി ഇന്ന് രാവിലെയും ഈ പറഞ്ഞ ഘടകകക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ പറയുന്ന ഘടകകക്ഷികളുമായിട്ടൊക്കെ വീണ്ടും ആശയവിനിമയം നടക്കുകയാണ്. കെ ആന്റണിയുമായി സോണിയാഗാന്ധിയുമായി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇന്നലത്തെ ആ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങളും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, ഒരു ക്ലാരിറ്റി വരുന്നില്ല. ഇന്നും ഫുൾ ഓൺ ചർച്ചയാണ്. ഈ നേതാക്കളോട് ചർച്ചയില്ലെന്നേ ഉള്ളൂ. കോൺഗ്രസിന്റെ സംഘടന നേതാക്കൾ അവിടെ ഇല്ല എന്ന് വെച്ചാൽ അതിലിപ്പോ രാഹുൽ ഗാന്ധി ചെന്നൈ പോയി, മല്ലികാർജുൻ ഖർഗെ കർണാടകയിലെ ഡി സാഗർ എന്ന് പറയുന്ന മന്ത്രി മരിച്ചതിനെ തുടർന്ന് അവിടേക്ക് പോയിരിക്കുകയാണ്. അന്തരിച്ചപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ്. നാളെ ഇനി തിരികെ എത്തുകയുള്ളൂ. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് എസ് കെ എൻ കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കാണോ അവരെ മുഖ്യമന്ത്രിയായി കണക്കാക്കുക എന്നതാണ്. അതല്ലെങ്കിൽ അതൊരു പുതിയ പ്രീസിഡൻസ്, പുതിയൊരു കീഴ്വഴക്കത്തിന് വഴിയൊരുക്കും. മറ്റ് സംസ്ഥാനങ്ങൾ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ അതിന് പരിഹാരം കാണാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഒരു വിയോജിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം തെറ്റായി പലപ്പോഴും തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അത് ഈ നിയമസഭ ഇത് വിട്ടുകൊള്ളുക. കാരണം നേരത്തെ ഗോപി പറഞ്ഞ ഛത്തീസ്ഗഡ് മുതൽ കർണാടക വരെയുള്ള ആ പാഠമല്ല, അല്ലാതെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് തെറ്റായ തീരുമാനമെടുത്തതിന്റെ വില ആ പാർട്ടി നേതൃത്വം നൽകേണ്ടി വന്ന പല ആ സംസ്ഥാനങ്ങൾ അതല്ല, അത് ആ സംസ്ഥാനങ്ങളിൽ അടുത്ത കാലത്ത് ഭരണം പോയതൊക്കെ. അല്ലാതെ തന്നെ കോൺഗ്രസിനെ തന്നെ അപ്രസക്തമാക്കുന്ന രീതിയിൽ ആ സംസ്ഥാനങ്ങളിൽ പാർട്ടി പോകുന്നതിന് ഇടയായിട്ടുള്ളതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അസമിൽ. അവിടെ ഗൗരവ് ഗൊഗോയുമായുള്ള പ്രശ്നം അവിടെ നടക്കുമ്പോൾ അന്ന് അവിടുത്തെ കോൺഗ്രസ് നേതാവായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതൃത്വത്തെ കാണുന്നതിന് വേണ്ടി പല ദിവസം രാഹുൽ ഗാന്ധിയെ കാണാനുള്ള ശ്രമമൊക്കെ നടത്തി. അവസാനം രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരു അവസരം കിട്ടി. അവിടെ കയറി ചെന്നപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞാണ്, നമ്മൾ പറയുന്നതല്ല, അദ്ദേഹത്തെ കുറെ നേരം പുറത്തിരുത്തിയിട്ട് അകത്തേക്ക് കയറിയപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവിടുത്തെ അസാമിലെ സ്ഥിതി ഈ നിലയിൽ വളരെ ഗുരുതരമാണ്, അത് ഹൈക്കമാൻഡ് ഇടപെടണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വളർത്തുനായയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ പറയുന്നതൊന്നും കേൾക്കാതെ രാഹുൽ ഗാന്ധി വളർത്തുനായയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. പിന്നെ അസാമിൽ ഇതുവരെ കോൺഗ്രസിന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം അയാൾ തന്നെ തുടർച്ചയായി ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ ഭരിക്കുകയാണ്. അവിടെ ഭരിക്കുക എന്നത് മാത്രമല്ല, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ ഈ കോൺഗ്രസിനെ അപ്രസക്തമാക്കുന്ന തരത്തിൽ ആ സംസ്ഥാനങ്ങളിലെല്ലാം BJP-യെ അധികാരത്തിലെത്തിക്കുന്നതിൽ ഹിമന്ത ബിശ്വ ശർമ്മ വലിയ പങ്ക് വഹിച്ചു. ഈ അരുണാചൽ പ്രദേശിലെ നബാം തുക്കി എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഈ ഹൈക്കമാൻഡിന്റെ ഇടപെടലിനെ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് ആള് കോൺഗ്രസിലെ 43 MLA-മാരിൽ 42 പേരെയും കൊണ്ട് മറുപക്ഷത്തേക്ക് പോവുകയും അവിടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഇതിൽ ഏത് തീരുമാനമെടുത്താലും ഇതിലൊരു പ്രത്യാഘാതം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.